മനുഷ്യ ശരീരത്തിന് വളരെയധികം ആവശ്യമുള്ളതാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കാറുണ്ട്. ഇതുകൂടാതെ ഭക്ഷണത്തിലൂടെയും മരുന്നുകളിലൂടെയും വൈറ്റമിൻ ഡി ശരീരത്തിന് നൽകാവുന്നതാണ്. ശരീരത്തിന് കാൽഷ്യം നിലനിർത്തി എല്ലുകളുടെ ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതിലും വൈറ്റമിൻ ഡിക്കുള്ള പങ്ക് വളരെ പ്രധാനമാണ്. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിച്ചില്ലെങ്കിൽ അത് എല്ലുകളെ ബാധിക്കും, അസ്ഥി പ്രശ്നങ്ങൾ ഉണ്ടാകും, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി തടസ്സപ്പെടും, നിരവധി ഹൃദയ രോഗങ്ങൾക്ക് കാരണമാകും, ന്യൂറോളജിക്കൽ രോഗങ്ങളുടെ ആരംഭം അടയാളപ്പെടുത്തുന്നു, അണുബാധയ്ക്കും കാരണമാകുന്നു. ഗർഭിണികളായ സ്ത്രീകളിൽ ഇത് സങ്കീർണതകളിലേക്ക് നയിക്കുന്നു. കൂടാതെ സ്തനങ്ങള്, പ്രോസ്റ്റേറ്റ്, വൻകുടല് തുടങ്ങിയ ചിലതരം ക്യാൻസറുകൾക്കും ഇത് കാരണമാകാം. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത ചില അസാധാരണമായ ലക്ഷണങ്ങൾ കാണിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ ശരീരം ആദ്യം പ്രകടിപ്പിക്കുന്ന പ്രധാന ലക്ഷണം തുടർച്ചയായിട്ടുള്ള രോഗങ്ങളാണ്. വൈറ്റമിൻ ഡി പ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുന്നതിനാൽ അതിന്റെ അഭാവം രോഗത്തിനെതിരെ പോരാടാനുള്ള ശരീരത്തിന്റെ ശക്തിയെ ബാധിക്കുന്നു. ആ കാരണം കൊണ്ട് തന്നെ ഒരാളെ എപ്പോഴും രോഗബാധിതനാകുന്നു. നിരന്തരമായ ക്ഷീണമുണ്ടെങ്കിലും വൈറ്റമിൻ ഡി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെയുള്ള ക്ഷീണം വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമായിരിക്കാം. പിന്നെ ഉണ്ടാകുന്നത് മുടിയിലും ചർമ്മത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മുടിയെ ബാധിക്കുന്നു എന്ന വസ്തുത പലർക്കും അറിയില്ല. പല മരുന്നുകളും ഷാമ്പൂകളും പരീക്ഷിച്ചിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ വൈറ്റമിൻ ഡി പരിശോധന നടത്തേണ്ടതാണ്. ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഇല്ലാത്തവരിൽ ചർമ്മത്തിലെ ചുണങ്ങുകളും മുഖക്കുരുവും വളരെ സാധാരണമാണ്. അത്തരക്കാരിൽ ചർമ്മത്തിന് വളരെ വേഗത്തിൽ പ്രായമാകും. വൈറ്റമിൻ ഡിയുടെ അഭാവം അസ്ഥികളുടെ പൊട്ടല്, ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥിവേദന, പേശികളുടെ വിറയല്, പേശികളുടെ ബലഹീനത, സന്ധിയിലെ കാഠിന്യം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇനി ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉണ്ടാകുന്നത് നോക്കാം. വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സൂര്യപ്രകാശം അധികം ഏൽക്കാത്ത ജോലി ചെയ്യുന്നവരെയാണ്. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാൻ സാധിക്കാത്തവർക്കും ഈ വൈറ്റമിന്റെ കുറവുണ്ടാകാം. അതുപോലെ തന്നെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുടെ ഭക്ഷണത്തിലും വൈറ്റമിൻ ഡിയുടെ അളവ് കുറവായിരിക്കും. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങള്, പ്രായമായവര്, കറുത്ത ചർമ്മമുള്ളവര്, കൊഴുപ്പ് ആഗിരണം പരിമിതപ്പെടുത്തുന്ന അവസ്ഥകളുള്ളവർ, അമിതവണ്ണം അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറിക്ക് വിധേയരായവര് എന്നിവരിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അമിതവണ്ണം ഉള്ളവർക്ക് രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവായിരിക്കാം. ഇനി പ്രതിദിനം കഴിക്കാൻ സാധിക്കുന്ന വൈറ്റമിൻ ഡിയുടെ അളവ് നോക്കാം. സപ്ലിമെന്റിലൂടെയാണ് വൈറ്റമിൻ ഡി കഴിക്കുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അളവുണ്ടാവണം. ഏകദേശം 10 മുതൽ 20 മൈക്രോഗ്രാം വരെയാണ് പ്രതിദിനം ഇത് കഴിക്കാവുന്നത്. പക്ഷേ ചിലരിൽ ഇതിൽ കൂടുതൽ ആവശ്യമായിട്ട് വന്നേക്കാം. 100 മൈക്രോഗ്രാംസിൽ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഇത് അമിതമാകാതെ സൂക്ഷിക്കുക. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി നൽകുന്നത് പോലെ അതിന് അടിമയാകാതെ ഇരിക്കാനും സൂക്ഷിക്കണം. വൈറ്റമിൻ ഡി വിഷാംശം ശരീരത്തിൽ വൈറ്റമിൻ ഡി കൂടുതലായി ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. അനോറെക്സിയ, ഭാരക്കുറവ്, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിനാൽ രക്തക്കുഴലുകൾ കഠിനമാകല് എന്നിവയാണ് വൈറ്റമിൻ ഡി വിഷബാധയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ മനസ്സിലായല്ലോ വൈറ്റമിൻ ഡിയുടെ അഭാവം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.